നമസ്തേ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സർപ്പദോഷത്തെക്കുറിച്ച്. സർപ്പദോഷ സംബന്ധമായിട്ട് ഇനി എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും അതെല്ലാം ഈ പറയുന്ന ഒരു വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ അതെല്ലാം മാറും. പ്രത്യേകിച്ച് ശരീര സംബന്ധമായിട്ടുള്ള പാടുകൾ, വെള്ളപ്പാണ്ട് പോലത്തുള്ള പാടുകൾ, മുടി പൊഴിച്ചിലുകൾ, കൂടാതെ എത്ര ആഹാരം കഴിച്ചാലും ശരീരത്തിൽ പിടിക്കാത്ത വിധത്തിൽ ശരീരം ഉണങ്ങി മാറുന്നൊരവസ്ഥ. മൂന്നാമത്തെ കാര്യം, പഠിക്കുന്ന കാര്യങ്ങളെല്ലാം മറന്നു പോകുന്നു. അപ്പോൾ ഇത്രയും ദോഷഗതികളുള്ളപ്പം രാഹുർ ദശയായിട്ട് നിൽക്കുന്ന സമയത്ത് ഭഗവാന് ചെയ്യേണ്ടതായിട്ടുള്ളൊരു കർമ്മം, ഒരു താലം എടുക്കുക, ആ താലത്തിനകത്ത് 100 എണ്ണ ഒഴിക്കുക, സൂര്യപ്രകാശത്തിൻ്റെ മുമ്പിൽ പോയി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. നമ്മുടെ നിഴൽ ആ എണ്ണയിൽ കാണണം. ആ എണ്ണയിൽ കണ്ടിട്ട് ആ എണ്ണ തിരിച്ച് ഒരു കുപ്പിയിൽ ഒഴിച്ചതിന് ശേഷം ആ കുപ്പിയുടെ അടപ്പടയ്ക്കാതെ, അടച്ചതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകും, പിന്നെ ജഡത്തെയാണ് കൊണ്ടുപോകുന്നത്. അപ്പം അടയ്ക്കാതെ നമ്മളതിനെന്ത് ചെയ്യണം? ഭദ്രമായിട്ട് ഏതെങ്കിലും സർപ്പക്കാവുകളിൽ പോയി ആ എണ്ണ നിലവിളക്കിലോ അല്ലെങ്കിൽ മഞ്ചിരാതിലോ അവിടെ വെളിയിൽ വെച്ച് വിളക്ക് കത്തിക്കത്ത രീതിയിലുള്ള, ഒരിക്കലും അത് ശ്രീകോവിലിൽ കൊടുക്കാനുള്ളതല്ല, അല്ലെങ്കിൽ മെയിൻ ദേവത ഇരിക്കുന്നിടത്ത് കൊണ്ടുവന്ന് ഒഴിച്ച് കത്തിക്കാനായിട്ടുള്ള എണ്ണയല്ല. അത് ദേവസന്നിധിയുടെ പുറത്ത് വെച്ച് എരിച്ച് ആ കാലദോഷങ്ങളെയെല്ലാം എരിച്ച് കളയുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു സമ്പ്രദായ രീതിയാണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. അത് നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. അത് മറ്റൊരാളുടെ കയ്യിൽ കൊടുത്തു വിടാനോ അല്ലെങ്കിൽ മറ്റ് അലങ്കാരപരമായിട്ട് വെച്ചിരിക്കുന്ന നിലവിളക്കുകളിലോ ഒന്നും പോയി ഒഴിച്ച് കത്തിക്കുകയും ചെയ്യില്ല. അതിനു വേണ്ടി പ്രത്യേകം ഒരു മൺചിരാത് കൊണ്ടുപോയി ഒഴിച്ച് കത്തിച്ച് അതിനെ എരിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ശരീരത്തിലോട്ട് ആ ഭൂതപ്രേതാദികളായിട്ടുള്ള നെഗറ്റീവ്സ് ഒന്നും വന്ന് കയറത്തില്ല. അപ്പോൾ ശരീരശുദ്ധിയാവും, മനഃശുദ്ധി ഉണ്ടാവും, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾക്ക് വിജയമുണ്ടാവും, തൊഴിൽ സംബന്ധമായിട്ട് തൊഴിൽ ചെയ്യുന്ന വ്യക്തികൾക്ക് അതിൻ്റെ ഒരു അഭിവൃദ്ധി ഉണ്ടാവും, കാലദോഷങ്ങൾ മാറും. പ്രത്യേകിച്ച് ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാന്റെ നാമധേയത്തിലൊരർച്ചനയും നമ്മളുടെ നാമധേയത്തിലൊരർച്ചനയും കൂടാതെ ഒരു ജലധാരയും നടത്തി ഇതിൻ്റെ എല്ലാം പര്യവസാനം എന്ന നിലയിൽ ഒരു മൃത്യുഞ്ജയഹോമവും നടത്തി പ്രസാദം സ്വീകരിച്ചു കഴിഞ്ഞാൽ ഈ സർപ്പദോഷം അനുഭവിച്ചിരിക്കുന്നതായിട്ടുള്ള വ്യക്തികളിൽ യഥാശക്തി അനുസരിച്ചുള്ള പൂജകൾ അവരവർ തന്നെ ചെയ്തു കഴിയാവുന്നതിനുണ്ടാകുന്ന സംതൃപ്തിയും ആത്മസംതൃപ്തിയും അത് വേറെ ഏത് പൂജ ചെയ്താലും കിട്ടുകയില്ല. അപ്പം ഇത് ഒരു നിസ്സാരപരമായിട്ടാണ് തോന്നുന്നതെങ്കിലും ഇത് ചെയ്ത് ഒരുപാട് വ്യക്തികൾക്ക് അതിൻ്റേതായിട്ടൊരു മാറ്റഗതി ഉണ്ടായി വന്ന് തുടർന്ന് അനുഭവം പറഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ഞാനിത് പറയാൻ കാരണം. എളിയ വഴിപാടുകളും ദേവനിലേക്ക് പോയി ഭക്തനായ നമ്മൾ യഥാശക്തി അനുസരിച്ചുള്ള വഴിപാടുകളും പൂജകളും ചെയ്ത് ശക്തി ചൈതന്യത്തെ നമ്മളിലേക്ക് ആവാഹിച്ചു കൊണ്ടുവന്ന് നിന്ന് ഭക്തിയോടുകൂടി മുന്നോട്ട് പോയി ദുരിതത്തോടു കൂടിയുള്ള ജീവിതം മുന്നിൽ കാഴ്ചവെച്ചാൽ തീർച്ചയായിട്ടും ഭഗവാന്റെ ആ ജീവിത പ്രസൻസ് നമ്മൾക്ക് ഉണ്ടായിരിക്കും. അതിൽ ഒരു മാറ്റവും ഇല്ല.